പ്ലസ് വണ്ണ് തുടങ്ങി മാസങ്ങളായി. ചാപ്റ്ററുകൾ എന്നും ടീച്ചേഴ്സ് വന്ന് എടുത്ത് തീർക്കുന്നുണ്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് കടന്നും പോകുന്നുണ്ട്. എന്താണെന്ന് വൃത്തിക്കറിയില്ല. ചാപ്റ്ററിന്റെ പേര് പോലും അറിയില്ല, ടോപ്പിക്ക് പോലും അറിയില്ല, അതിൻ്റെ ഉള്ളിൽ പറയുന്ന സംഭവങ്ങളെ കുറിച്ച് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സമയം വേസ്റ്റ് ആക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരുപാട് പ്ലസ് വൺ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് മക്കളെ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഗൗരവമേറിയ ഒരു വലിയൊരു വിഷയമാണ്. ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വൃത്തിക്ക് ശ്രദ്ധിക്കുക, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, തിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. സമയം ഇതുവരെ നിങ്ങൾ കളഞ്ഞു കാണും മക്കളെ, ഇനിയും സമയമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രോബ്ലങ്ങളും അവരാളുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്, കൂടെ വന്നു ചേരുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് എന്നാൽ കഴിയുന്ന ചില സൊല്യൂഷനുമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യണം, പഠിക്കണം. ഇന്നാണെങ്കിൽ ഞാൻ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഞാനിപ്പോൾ എൻ്റെ ഹൗസ് സർജൻസി കാലഘട്ടം ചെയ്യുക. ഹൗസ് സർജൻസി കാലഘട്ടത്തിനിടയ്ക്ക് തന്നെ ഞാനിപ്പം 10-30 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ചിട്ട് വന്ന മക്കളെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത്. ഒരു ചാപ്റ്റർ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഇന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ആണ്. അത്ര ഗൗരവമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വിലയേറിയ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. വൃത്തിക്ക് കേൾക്കണം, പഠിക്കണം, മുന്നേറണം. പ്രോബ്ലംസിനെ കുറിച്ച് പറയുമ്പം ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ. ഞാൻ മലയാളം മേടിച്ച് പഠിച്ച ഒരാളാണ് മക്കളെ. 10ാം ക്ലാസ്സിൽ 43 പേരുള്ള സ്കൂളിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. മലയാളം മേഡത്തിൽ നിന്ന് വന്ന് ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. ആദ്യത്തെ ക്രിസ്മസ് എക്സാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മക്കളെ. എനിക്കിപ്പോഴും ഞങ്ങൾക്ക് അന്ന് ഓണം എക്സാമുകളുമുണ്ട്. ആ ഓണം എക്സാമിന് ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടാത്ത എക്സാമിൽ ഒന്നാണ് എൻ്റെ പ്ലസ് വണ്ണിലെ ഓണം എക്സാം. ഇപ്പോൾ ഓർമ്മയുണ്ട്, 80 മാർക്ക്. മാത്സിന് 18 എൻ്റെ സ്കോർ. ഒരു മാർക്കും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 10ൽ ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓവർ കോൺഫിഡൻസോടൊന്നും ഇരുന്നിട്ടില്ല. ഞാൻ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് മാർക്ക് വന്നില്ല. പിന്നെ ഞാൻ മാർക്ക് നേടി. പ്ലസ് വണ്ണിൽ എനിക്ക് 520ൽ 516 എൻ്റെ സ്കോർ. 1200 എൻ്റെ സ്കോർ 1186. സാർ എന്താണ് ചെയ്തത്? ഇതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ എന്താണോ എൻ്റെ പ്ലസ് വൺ കാലഘട്ടത്തിൽ ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ ചെയ്തത്, അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വൃത്തിക്ക് ശ്രദ്ധിക്കുക. പ്രോബ്ലംസിൽ മെയിൻ നോ സീരിയസ്നെസ്. പലർക്കും ഒരു സീരിയസ്നെസ് കാണില്ല. എന്ന് രാവിലെ 9 മണിക്ക് ബെല്ലടിക്കുമ്പോൾ പോകും, ക്ലാസ്സിൽ കുത്തിയിരിക്കും, ടീച്ചർ പറഞ്ഞൊക്കെ കേൾക്കും, പക്ഷെ എന്താണെന്ന് ശ്രദ്ധിക്കാൻ നിൽക്കുന്നില്ല. ഒരു ചാപ്റ്ററിന്റെ പേര് പോലും അറിയാത്ത മക്കളുണ്ട്. അതിലെന്താ പഠിപ്പിക്കുന്നതെന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. എന്നും ഒരു കലാരൂപം നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ ഓരോ ക്ലാസ്സും കണ്ടു തീർക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നു. ഇതൊക്കെ പിന്നീട് പഠിച്ചുണ്ടാക്കിയാലേ പ്ലസ് വൺ എക്സാം പാസ്സാവുള്ളൂ, പ്ലസ് ടു പാസ്സാവുള്ളൂ. നിങ്ങളുടെ ഫർദർ നീറ്റ്, JEE, എഞ്ചിനീയർ, IAS, IPS എല്ലാം കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മാർഗമൊക്കെ അതിനു വേണ്ടിയുള്ള ഒരു മുന്നോടിയാണ്. പഠിക്കണം. എന്നും ടീച്ചർ വരുമ്പോൾ ആ ടീച്ചർ എന്തെങ്കിലും എടുത്തോട്ടെ, ബാക്കി ഇരുന്ന് ഞാൻ എന്തെങ്കിലും കാണിച്ചോളാം എന്നും പറഞ്ഞിരിക്കല്ലേ, അല്ലെങ്കിൽ അന്തം വിട്ടിരിക്കല്ലേ. ടീച്ചർ എന്തോ പറയുന്നുണ്ട്, ഞാൻ വേറെ ഏതോ ലോകത്താ, അയ്യോ ഞാനിന്ന് ഏതാ കഴിച്ച, ഇഡലിയാണോ, വടയാണോ, അപ്പമാണോ, അതൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നതല്ലേ. എൻ്റെ പൊന്നുമക്കളെ, സീരിയസ് ആകണം. ക്രിസ്മസ് എക്സാം ഇങ്ങെത്തി. ക്രിസ്മസ് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ മോഡൽ എക്സാം, മെയിൻ എക്സാം. നോ ടൈം. ഇപ്പം കിട്ടുന്ന ടൈം മാത്രമേ നമുക്കുള്ളൂ. ക്രിസ്മസ് എക്സാമിന് ശേഷം ഒരു ടൈമേ ഇല്ല. വേഗം പോകുന്ന നിങ്ങൾക്ക് ഫീൽ ആകാം. സീരിയസ് ആയിട്ട് പഠിക്കേണ്ട സമയമായി മക്കളെ. സീരിയസ് ആയിട്ട് പഠിക്കണം. നോ സീരിയസ്നെസ്, ഇതാണ് മെയിൻ പരിപാടി. പലരും പ്ലസ് വണ്ണിൽ വന്നു, കുറച്ച് നാൾ പഠിച്ചു, പിന്നെയും പഴയ ട്രാക്കിലായി കാണും. അലമ്പ് പരിപാടികൾ തുടങ്ങി കാണും. ഓവർ കോൺഫിഡൻസ് കാണും. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആണ് സാറേ, പ്ലസ് വണ്ണിൽ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടും, ഞാൻ അന്ന് പഠിച്ച പോലെ ഇന്നും പഠിച്ചാൽ മതിയല്ലോ, സിമ്പിൾ അല്ലേ എന്ന് കരുതുന്നവരുമുണ്ട്. ഓവർ കോൺഫിഡൻസോടെ ജീവിക്കുന്നവരുമുണ്ട്. ലാക്ക് ഓഫ് എക്സാം. 10ാം ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ യൂണിറ്റ് ടെസ്റ്റുകൾ വേണ്ട രീതിയിൽ എഴുതിയിട്ടില്ല. 9ഉം 8ഉം ഒക്കെ നമ്മൾ പഠിച്ചു വന്നത് മെയിൻ എക്സാമിന്റെ തലേന്ന് ഒരു മാസം മുമ്പ് നമ്മൾ ഇരുന്ന് പഠിക്കും, നമ്മൾ ഇരുന്ന് എഴുതും, ഫുൾ എ പ്ലസ് വാങ്ങിക്കും. അതേപോലെ അല്ല പ്ലസ് വണ്ണ്. കുറെ എക്സാമുകൾ എഴുതണം, യൂണിറ്റ് ടെസ്റ്റുകൾ എഴുതണം. എക്സാം ഇതുവരെ ശീലിക്കാത്ത ആൾക്കാരാണ് 10ാം ക്ലാസ് വരെ നമ്മൾ.
+1 എത്തുമ്പോൾ കുറെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. പക്ഷെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം പഠിപ്പിക്കുന്ന എന്താ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ സാറേ എക്സാം അറ്റൻഡ് ചെയ്യുക? അടുത്തത് ലാക്ക് ഓഫ് ടൈം. ടൈം തീരെ ഇല്ല. ക്രിസ്മസ് എക്സാം എത്തായി. വിത്തിൻ 1.5 month ക്രിസ്മസ് എക്സാം വരിക. അതിനുശേഷം ടൈം വേഗം പോവും. മോഡൽ എക്സാം ആകും, മെയിൻ എക്സാം ആകും, ടൈം കിട്ടാതാകും. സിമ്പിൾ എക്സാമുകൾ പോലും വേണ്ട വിധത്തിൽ മാർക്ക് സ്കോർ ചെയ്യാതെ വീണ്ടും ഇംപ്രൂവ്മെന്റ് എക്സാമിനെ ആശ്രയിക്കേണ്ടി വരും. മോർ ചാപ്റ്റേഴ്സ്. 10ാം ക്ലാസ് നിങ്ങൾ പഠിച്ച പോലെയല്ല മക്കളെ. ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഭയങ്കര കൂടുതലാ. അതോ വെറും 9 ചാപ്റ്ററുകളാ ബോട്ടണിയിലുള്ളത്. ഈ 9 ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8ഉം 9ഉം 10ഉം പഠിച്ച ബയോളജീന്റെ അത്രയുണ്ട്. +1 9 ബോട്ടണി ചാപ്റ്റർ മാത്രം. അത്രയും കണ്ടന്റ് ഉണ്ട് പഠിക്കാന്. ഫോട്ടോസിന്തസിസ് വലിയ ചാപ്റ്ററാ. റെസ്പിറേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി, അനാട്ടമി, ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകാത്ത ചാപ്റ്ററുകളാ. ഇതൊക്കെ പഠിച്ചെടുക്കണം. എന്നാലേ വലിയ വലിയ എക്സാമുകൾ മനസ്സിലാകുള്ളൂ. നീറ്റ് ജെയും ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുതലാ സാറേ. ഓവർ യൂസാ. നേരെ വീട്ടിൽ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവന്ന ഒരുപാട് മക്കൾ കാണും. ടീച്ചേഴ്സിനെയും പറ്റിച്ച് മൊബൈൽ സൂക്ഷിച്ച് വെച്ച് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് കാണാം. നേരെ സ്കൂളിന്റെ വാതിക്കൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മൊബൈൽ തുറക്കും. എന്നിട്ട് വാട്സാപ്പ് ആയിരിക്കും, ഫേസ്ബുക്ക് ആയിരിക്കും, നേരെ വീട്ടിൽ വന്ന റീൽ ആയിരിക്കും 1-2 മണിക്കൂറൊക്കെ, ചാറ്റിംഗ് ആയിരിക്കും, യൂട്യൂബ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾ കുറെ ടൈം കളയുന്നുണ്ട്. കുറയ്ക്കണം. മലയാളം മീഡിയം. ഇത് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നമാണ്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാ മക്കളെ. +1 വന്നപ്പം സുവോളജി ചാപ്റ്ററിൽ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? സീലോം. സീലോം എന്ന് പറയുന്നൊരു വാക്കാ. ഇതെനിക്ക് എഴുതാൻ അറിയില്ല. ഞാനെന്ന് ഉച്ചാരണം വെച്ച് എഴുതിയത് ഇങ്ങനെയാ മക്കളെ, സീലോം. ഈ സീലോം എന്ന് പോലും വാക്ക് എനിക്ക് എഴുതാൻ അറിയാത്ത കാരണം ക്ലാസ്സിലെ ടീച്ചർ എന്നോട് ടീച്ചറിന്റെ വായിലിരിക്കുന്ന എല്ലാ ചീത്തയും ഞാൻ കേട്ടിട്ടുണ്ട്. സീലോം എന്ന് പറയുന്ന വാക്ക് എഴുതാൻ അറിയാത്ത കാരണം. ഇത് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളുടെ മെയിൻ പ്രശ്നമാണ്. മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവർക്ക് ഉടനെ ബയോളജിയിലും ഫിസിക്സിലും കെമിസ്ട്രിയിലുമുള്ള കൺസെപ്റ്റുകളും ബയോളജി വേർഡ്സും ഒക്കെ മനസ്സിലാക്കാൻ പാടാം. ഇതൊരു വലിയ പ്രോബ്ലമാണ്. ഹ്യൂജ് സിലബസ്. ഞാൻ പറഞ്ഞല്ലോ, ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അത് വലിയൊരു പ്രോബ്ലമാണ്. ഇങ്ങനെ മെനി പ്രോബ്ലങ്ങൾ ഉണ്ട്. പറയാനാണെങ്കിൽ ഓരോരുത്തർക്കും വേറെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ ഒരുപാട് അസുഖങ്ങളുള്ള മക്കൾ കാണും. അത് കാരണം ചാപ്റ്റർ ശ്രദ്ധിക്കാൻ പറ്റാത്തവർ കാണും. +1 ഇതുവരെ ഒന്നും പഠിക്കാത്തവർ കാണും. മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുള്ളവർ കാണും. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലം മക്കളെ. എല്ലാ പ്രോബ്ലങ്ങളും പലത് കാണും. പക്ഷെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ: പഠിക്കുക. സമയം കണ്ടെത്തി പഠിക്കുക. പ്രോബ്ലങ്ങൾ ഒരുക്കുന്നുണ്ട് മക്കളെ. പഠിക്കേണ്ട സമയമായി. എനിക്ക് ഗൗരവത്തോടെ പറയാൻ അറിയാത്തത് കൊണ്ടാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെട്ട് നിങ്ങളൊരു ചേട്ടൻ എന്ന നിലയിൽ നിങ്ങളെ ശകാരിക്കേണ്ടതാ. എനിക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടേ വർത്താനം പറയാൻ അറിയുള്ളൂ. ഞാൻ അങ്ങനെ കോമഡിയും ഞാൻ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ക്യാമറൻ്റെ മുമ്പിൽ വരുന്ന ഒരാളാ. ഞാൻ ചിരിക്കുന്ന കണ്ടേ നിങ്ങളുടെ സീരിയസ്നെസ് പോകരുത്. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ: പഠിക്കണം. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾക്കുമേ പോകുള്ളടാ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പട്ടിണിയാകുള്ളൂ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ കഴിവുള്ള ഒരുത്തൻ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെങ്കിലും വെച്ച് തട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നാട്ടിൽ ഒരു പണിയില്ലാത്ത അമ്മാവന്മാർക്ക് നിങ്ങളൊരു കുടുംബശ്രീ കഥാപാത്രമായി മാറും. നിങ്ങളൊരു ചർച്ചാ വിഷയമായി മാറും. നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് നമ്മുടെ നോ സീരിയസ്നെസ്സാണ് നമ്മുടെ പ്രോബ്ലം. സീരിയസ്നെസ് മനസ്സിൽ വരണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചാപ്റ്ററുകൾ ഞാനിപ്പം അലമ്പിയാലും, ഈ ചാപ്റ്റർ ഇപ്പം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെ മെയിൻ എക്സാമിന് മുമ്പ് ഞാൻ എന്തായാലും പഠിക്കേണ്ട ചാപ്റ്ററുകളാണ്. ഇപ്പം പഠിച്ചാൽ അത്രയും ലോഡ് കുറവ്. നിങ്ങൾ പഠിക്കണം, സീരിയസ് ആകണം. ഇതൊക്കെ +1ഉം +2ഉം ഒക്കെ നമ്മുടെ ഭാവിനെ നിർണ്ണയിക്കുന്ന എക്സാമുകളാണ്. അതിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നല്ല കോളേജ് കിട്ടൂ, നല്ല കരിയർ കിട്ടുള്ളൂ. മക്കളെ നല്ല പോലെ പഠിക്കണം, സീരിയസ്നെസ് വരണം. ഞാൻ പഠിച്ചാലേ എൻ്റെ വീട്ടുകാർ രക്ഷപ്പെടുകയുള്ളൂ, എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ സഹോദരനൊക്കെ രക്ഷപ്പെടുകയുള്ളൂ, എൻ്റെ കുടുംബം തന്നെ മാറുകയുള്ളൂ. നമ്മൾ പഠിച്ചാലേ മാറുകയുള്ളടാ. നമ്മുടെ തൊട്ടടുത്ത് ഒരുത്തൻ കാറിൽ പോകുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരനാ. കാറിൽ പോകുമ്പോൾ അയ്യോ എന്ത് നല്ല കാറെന്ന് പറയാൻ പറ്റും. അത് വാങ്ങിക്കാൻ ഭാവിയിൽ ആഗ്രഹമുണ്ടോ? അതിന് നല്ല ജോലി വേണം, പ്രയത്നിക്കണം, സീരിയസ്നെസ് കൊണ്ടുപോകാം മക്കളെ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ വാങ്ങി. അന്ന് മുതൽ 2023 വരെ 8 കൊല്ലം, 2015 മുതൽ 2023 വരെ വാടക വീട്ടിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എന്നും വാടക വീട്ടില്ല. എനിക്കൊരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ആ പട്ടിക്കുട്ടീനെ ഉള്ള കാരണം വാടക വീട്ട് അങ്ങനെ കിട്ടാൻ പാടാണ്. പട്ടിക്കുട്ടി ഉള്ള കാരണം അമ്മ എന്നും പറയും,
സ്വന്തം മണ്ണിൽ മരിക്കണം, സ്വന്തം മണ്ണിൽ മരിക്കുമ്പോൾ അടക്കാൻ പറ്റണം. അമ്മ ഇപ്പോഴും പറഞ്ഞൊരു സാധനമാണ്. അന്ന് മുതലേ 8 കൊല്ലത്തോളം വാടക വീട്ടിൽ കഴിഞ്ഞ് അച്ഛൻ ലോട്ടറി വിറ്റുകൊണ്ടുവരുന്ന 350 രൂപ കൊണ്ട് ദിവസം കഴിഞ്ഞു തീർത്ത അഖിൽ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോടാ? വീട് വാങ്ങണം, നല്ലൊരു വീട് വെക്കണം. വാങ്ങിച്ചു. 30 ലക്ഷം രൂപയോളം വിലയുള്ള വീട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത എൻ്റെ അമ്മേൻ്റെ പേരിൽ. എന്തുകൊണ്ട് പറ്റി സാറേ? സീരിയസ് ആയിട്ട് പഠിച്ചത് കൊണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് കൊണ്ട്. എങ്ങനെയാ സാറേ പറഞ്ഞു തരാൻ പറ്റുന്നത്? പറ്റുന്ന സമയങ്ങളൊക്കെ കഷ്ടപ്പെട്ട് +1ഉം +2ഉം ഒക്കെ പഠിച്ച് full A+ വാങ്ങി നീറ്റ് എക്സാം എഴുതി അത്യാവശ്യം റാങ്ക് കിട്ടി ഡോക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ. അതൊക്കെ സീരിയസ് ആയിട്ട് പഠിച്ചത് കൊണ്ടാ. വീട് വെക്കാൻ പറ്റിയത് അതുകൊണ്ടാ. കാറും ബൈക്കും ഒക്കെ വാങ്ങാൻ പറ്റിയത് സീരിയസ് ആയിട്ട് പഠിച്ചത് കൊണ്ടാ. സീരിയസ്നെസ് വരണമെങ്കിൽ ലൈഫിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ അവിടെ അച്ചീവ് ചെയ്യും, ഞാൻ അവനേക്കാൾ മുന്നേറും, ഞാൻ അവനേക്കാൾ നല്ല നിലയിലെത്തും എന്നൊരു വാശി വേണം. എല്ലാത്തിനും വാശി വെച്ചൊന്ന് പഠിച്ചു നോക്ക്. തനിയെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സീരിയസ്നെസ് വരും മക്കളെ. സീരിയസ്നെസ് വരാൻ ഞാൻ ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കേ പോവുള്ളൂ, നിങ്ങളുടെ കുടുംബത്തിനെ പോവുള്ളൂ, നിങ്ങളുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും പോവുള്ളൂ. നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കേ പ്രശ്നം വരുള്ളൂ. നിങ്ങൾ പഠിച്ചാൽ അവരും രക്ഷപ്പെടും. ആലോചിച്ചോ. ഓവർ കോൺഫിഡൻസ് അടുത്ത പ്രോബ്ലം. 10+ 10 കിട്ടിക്കാണും. സാറേ എനിക്ക് 10ാം ക്ലാസ്സിൽ 10+ആ. മെയിൻ എക്സാമിന്റെ തലേന്നിരുന്ന ഞാൻ 10ാം ക്ലാസ്സിൽ full A+ വാങ്ങിച്ച ഒരു മാസം മുമ്പ് കുത്തിയിരുന്ന് പഠിച്ചു. എനിക്ക് full A+ കിട്ടി. അതേപോലെ +1 എനിക്ക് പഠിക്കാൻ അറിയാം. ഇപ്പൊ ഞാൻ അലമ്പിയാലും ഇപ്പൊ ഞാൻ സമയം കളഞ്ഞാലും +1ന്റെ ഒരു മാസം മുമ്പ് ഞാൻ ഇരുന്ന് പഠിച്ചോളാം. മക്കളെ ഞാൻ പറയുന്നു, കിട്ടില്ല. 10ാം ക്ലാസ്സിന്റെ ഒരു മാസം മുമ്പ് ഇരുന്ന് പഠിച്ചപ്പോ full A+ കിട്ടി എന്നും പറഞ്ഞ് +1 കിട്ടില്ല മക്കളെ. എഴുതി വെച്ചോ അഖിൽ സാറിന്റെ വാക്ക്, കിട്ടില്ല. കാരണം സമയം ആലോചിച്ച് നോക്ക്. നിങ്ങൾ വലിയ സിലബസ് ആണ്. ഒന്നാമത് നിങ്ങൾ സമയം കളയാണ്. വലിയ സിലബസ് ആണ്. ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല. പണ്ടൊക്കെ പ്രീവിയസ് ഇയർ എടുത്ത് വെച്ച് പഠിച്ചാൽ തന്നെ full A+ കിട്ടുമായിരുന്നു, നല്ല മാർക്ക് കിട്ടുമായിരുന്നു. എൻ്റെ പൊന്നുമക്കളെ ഇപ്പം അങ്ങനല്ല. full A+-ഉപരി ചാപ്റ്ററിൻ്റെ പാഠപുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരെ നല്ല നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും പ്രീവിയസ് ഇയർ തന്നെ വരണം നിർബന്ധമില്ല. പഠിച്ചോളുക. ഓവർ കോൺഫിഡൻസ് കളഞ്ഞോളൂ. 10A+ കിട്ടി, അത് ഒന്നുമല്ല. 10ാം ക്ലാസ്സിൽ full A+ ഉണ്ട് എന്നും പറഞ്ഞ് +1ൽ ഫ്രീ ആയിട്ട് full A+ തരുമോ? ഇല്ല. നമ്മൾ പഠിക്കണം. അതേ 10A+ കൊണ്ടുള്ള ഓവർ കോൺഫിഡൻസിനെ മാറ്റി ആ 10A+ കിട്ടി എന്നുള്ള കോൺഫിഡൻസ് ആക്കിയിട്ട് നല്ല വൃത്തിക്ക് പഠിക്കാൻ നോക്ക്. നല്ല മാർക്ക് വരും. ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരുപാട് മക്കളെ അറിയാം. 10ാം ക്ലാസ്സിൽ full A+ കിട്ടിയെന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസോടെ ഇരുന്നിട്ട് +1ലെ ക്ലാസ്സുകളൊന്നും ശ്രദ്ധിക്കാതെ ഒരു A+ പോലും കിട്ടാതെ പോയ ഒരുപാട് മക്കളെ എനിക്കറിയാം. മലയാളത്തിനോ മലയാള ഫസ്റ്റ് ലാംഗ്വേജിനും സെക്കൻഡ് ലാംഗ്വേജിനും ഒക്കെ അവർക്ക് സെക്കൻഡ് ലാംഗ്വേജിന് മാത്രമൊക്കെ A+ കിട്ടാറുള്ളൂ. അവർക്ക് മലയാളത്തിനും ഹിന്ദിക്കും സാൻസ്ക്രിറ്റിനുമൊക്കെ ലാക്ക് ഓഫ് എക്സാം. ഇതുവരെ എക്സാം എഴുതി ശീലിച്ചിട്ടില്ല നമ്മൾ. +1 നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ടീച്ചർ ഒരുപാട് യൂണിറ്റ് ടെസ്റ്റ് നടത്തി. എന്തിനാ? ടീച്ചർക്ക് വട്ടാണോ? എല്ലാ ചാപ്റ്റർ കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തേണ്ട ടീച്ചർക്ക് വട്ടാണോ? സമയം കളയണം, അടുത്ത ചാപ്റ്റർ പഠിപ്പിച്ചാൽ പോരെ. ടീച്ചർ എന്തിനാണ് എക്സാം നടത്തുന്നത്? വെറൈറ്റി ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിച്ചു തരാൻ. ഈ എക്സാം എഴുതി നിങ്ങൾ ശീലിക്കാൻ. നിങ്ങൾ ഒരു ടൈമെങ്കിലും ആ ചാപ്റ്റർ ഫുള്ള് വായിക്കണം എന്നുള്ള തോന്നൽ കൊണ്ടാണ്. ടീച്ചർമാർ ഇനി എന്ത് യൂണിറ്റ് ടെസ്റ്റ് പറഞ്ഞാലും എൻ്റെ മക്കൾ അറ്റൻഡ് ചെയ്യണം, എഫക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് ആണ് എന്ത് വരിക, ക്രിസ്മസ് എക്സാം വരാറുള്ളത്. ഇനി 1 മാസം 1.5 മാസം സമയമുണ്ട്. എൻ്റെ മക്കൾ പഠിക്കണം, വൃത്തിക്ക് പഠിക്കണം എൻ്റെ മക്കൾ. ഇനിയുള്ള ഒരു സമയം നമുക്ക് കളയാനില്ല. ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും വായിക്കണം എൻ്റെ മക്കൾ. വൺ ഷോട്ടുകൾ കാണാം, ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് ബാച്ചിൻ്റെ, എടുത്തു വെച്ച് കാണാം. യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകളുടെ ഒക്കെ ഫ്രീ ലെക്ചർ ഉണ്ട്. ഏത് ചാപ്റ്റർ ഡൗട്ട്, പ്ലാൻ കിങ്ഡം വൺ ഷോട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഉപയോഗിക്കാം. ഇന്ന ചാനൽ തന്നെ ഉപയോഗിക്കണം എന്ന് ആരും പറയാറില്ല. നിങ്ങൾക്ക് കംഫർട്ടാണോ, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പം ആ ചാനൽ ഉപയോഗിക്കുക, പഠിക്കുക, കാണുക, നോട്ട് എഴുതുക, പഠിക്കുക, പ്രീവിയസ് ഇയർ ചെയ്യുക, സെറ്റാക്കി വെക്കുക, റിവൈസ് ചെയ്യുക. ക്രിസ്മസ് എക്സാം ആ മക്കളെ ഇനി മുമ്പിലുള്ളത്. ക്രിസ്മസ് എക്സാമിനും പഠിച്ച് തീർക്കാൻ നോക്കും മക്കളെ. ഓണം എക്സാമിന് നിങ്ങൾക്ക് വലിയ ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്ത് കാണില്ല. ക്രിസ്മസ് എക്സാമിന് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം 50% സിലബസും കംപ്ലീറ്റ് ആകും. വലിയൊരു ബേർഡൻ തലേന്ന് പോവുക, വലിയൊരു ഭാരം തലേന്ന് ഇറങ്ങുക. ക്രിസ്മസ് എക്സാമിന് വൃത്തിക്ക് പഠിച്ചാൽ അത്രയും ചാപ്റ്റർ വേണം, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. 1 ടൈം റിവിഷൻ കഴിഞ്ഞു. ക്രിസ്മസ് എക്സാം നോക്കണം.
ഈ ലാക്ക് ഓഫ് ടൈം ഇല്ല. കാരണം എന്താ സാർ, ഞങ്ങൾ സ്കൂൾ 4-4:30 വിടും. ഞങ്ങൾ പിന്നെ കുടുംബശ്രീ വർത്താനം പറയും 1 മണിക്കൂർ 5:30 ബസ് വന്നു. എന്നാൽ ആരോ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ബസ് കയറ്റിക്കൊണ്ട് പോകും, നേരെ വീട്ടിലിരുത്തും. നേരെ നമ്മൾ വീട്ടിൽ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് നമ്മൾ റീല് 2 വട്ടം തോണ്ടും, അല്ലെങ്കിൽ ഫുൾ ടൈം പുറത്തു പോകും, തിന്നാൻ പോകും. ഇതൊക്കെ നമ്മുടെ പരിപാടി. കുറേ സമയം പോകുന്നുണ്ട്. മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ചങ്ങായിമാരുടെ വർത്താനം പറയാ, കുറച്ചു നേരം ഒരു 15-30 മിനിറ്റ് മാക്സിമം പോട്ടെ, വേഗം ബസ് പിടിച്ച് വീട്ടിൽ വരിക. നേരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്നല്ല, ഒരു അരമണിക്കൂർ മാക്സിമം ഉപയോഗിക്കുക. നേരെ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുക. മിനിമം 2.5-3 മണിക്കൂർ ഇനി മുതൽ പഠിക്കണം. ഒന്നും പഠിക്കാത്ത മക്കൾ, ഇതുവരെ ഒന്നും തുറക്കാത്ത മക്കൾ നിർബന്ധമായിട്ടും 3 മണിക്കൂർ പഠിക്കണം. അതിൽ 2 മണിക്കൂർ നൈറ്റും 1 അവർ നേരത്തെ രാവിലെ എണീറ്റും പഠിക്കുക. അതാണ് ഏറ്റവും നല്ലത്. 2 മണിക്കൂർ രാത്രി പഠിക്കുക, 1 അവർ രാവിലെ എണീറ്റ് പഠിക്കുക. 3 മണിക്കൂർ പഠിക്കണം ഒരു ദിവസം. ഓക്കെ, അങ്ങനെ സമയം ലാഭിക്കുക. സോഷ്യൽ മീഡിയകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതിന് കുറേ ടൈം കിട്ടും. അല്ല, ചിലർ നിങ്ങളായിട്ടുള്ള പരിപാടികൾ എവിടാണോ സമയം പോവുക അവിടെ നിങ്ങൾ സമയം ലാഭിക്കാൻ നോക്കേ. അത് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ നോക്ക് മക്കളെ. നിങ്ങളുടെ നല്ലതിനാണ് ഞാൻ പറയുന്നത്. അനുഭവത്തിൽ നിന്ന് പറയാ, പഠിക്കടാ. പഠിത്തമേ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തോളൂ ലൈഫിൽ. പഠിക്കുക മക്കളെ. അടുത്ത, ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതെന്താ സാർ ഇവിടെ പറയാൻ കാരണം? ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കുറേ ചാപ്റ്റർ നമ്മുടെ മനസ്സിൽ അങ്ങ് പതിയും. മനസ്സിൽ പതിയുമ്പോൾ ഇത് പിന്നെ എടുത്തു നോക്കേണ്ട കാര്യം തന്നെ വരില്ല. അപ്പോൾ ആ ചാപ്റ്റർ പിന്നെ പഠിക്കാനുള്ള ടൈം കുറഞ്ഞു. നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ വീട്ടിൽ പോയി പിന്നെ അത് എടുത്തു തുറക്കേണ്ട കാര്യം തന്നെ ഇല്ല. ആ സമയം നമുക്ക് ലാഭിക്കാം. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ മക്കളോടും പറയുന്നതാ, ക്ലാസ്സിൽ പക്കയാണ്. അത് ട്യൂഷൻ ക്ലാസ് ആയിക്കോട്ടെ, യൂട്യൂബ് ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആണെങ്കിലും ക്ലാസ് നല്ല മനസ്സിലൂടെ പറഞ്ഞു. അല്ലാതെ അയ്യോ തങ്കപ്പൻ ഇപ്പൊ എന്താ കാട്ടി, ഇപ്പൊ പൊന്നപ്പൻ ഇപ്പൊ കുളിച്ചാവോ, രുക്മിണി ഇപ്പൊ പല്ല് വെച്ചാവോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി. നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഒരുപാട് കാണും. വീട്ടില്, നാട്ടില്, കൂട്ടില്, എവിടെങ്കിലൊക്കെ പ്രയാസം കാണും. അതൊന്നും കൊണ്ടുവരാതെ മനസ്സിരുത്തി എൻ്റെ മക്കളൊന്ന് പഠിച്ചു നോക്ക്. കുറേ ടൈം ലാഭിക്കാം. കൺസെപ്റ്റുകൾ നോക്ക് മക്കളെ. ചാപ്റ്റർ വൃത്തിക്ക് നോട്ട് എഴുത്, കളർഫുൾ ആയിട്ട് നോട്ട് എഴുതി വെക്ക്. അതൊക്കെ മെയിൻ എക്സാമിന് ഉപയോഗിക്കാൻ പറ്റും മക്കളെ. നല്ലപോലെ നോട്ട്, നല്ല കൺസെപ്റ്റ്, നല്ല കോൺസെൻട്രേഷൻ, നല്ല റിവിഷൻ, 3 മണിക്കൂർ സ്റ്റഡി ഉണ്ടെങ്കിലോ നീറ്റും ജെയും +1ഉം +2ഉം ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മോർ ചാപ്റ്റേഴ്സ്. ക്രിസ്മസ് എക്സാമിന് 50ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ തീരില്ല. അത്രയ്ക്കുണ്ട്. നമുക്ക് പഠിച്ചു തീർക്കലല്ലോ, റിവിഷനും കൂടെ വേണ്ടേ. ഇനി 30 ദിവസം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ചെന്നിരിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ, ഒരു 20 ദിവസം റിവിഷന് കൊടുക്കണം. ഒരു ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് പഠിച്ചാൽ തന്നെ തീരാൻ പോകുന്നില്ല. അത്രയുണ്ട്. റിവിഷൻ ചെയ്യാനുള്ള ടൈമൊന്നും 50 ദിവസത്തിൽ ഇല്ല. ചാപ്റ്റർ പഠിച്ചുണ്ടാക്കാനുള്ള ടൈം ഉണ്ട്, പക്ഷേ റിവൈസ് ചെയ്യാനുള്ള ടൈം 50 ദിവസത്തിൽ ഇല്ല മക്കളെ. ഇനി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ സമയം ലാഭിച്ച് എൻ്റെ മക്കൾ പഠിക്കാൻ നോക്കുക. ഒരു ദിവസം തന്നെ 1 ഷോട്ടുകൾ കാണാം. യൂട്യൂബിലെ സമയമില്ലെങ്കിൽ 1 ഷോട്ടുകൾ കാണാം. PYQൻ്റെ വീഡിയോസ് ഉണ്ട്, കണ്ട് ഒരു ദിവസം ഏകദേശം 2 ചാപ്റ്റർ സെറ്റാക്കണം. ആ രീതിയിൽ പഠിക്കണം. ഒരു ദിവസം തന്നെ 2 ചാപ്റ്റർ സെറ്റാക്കിയാൽ 30 ദിവസം കൊണ്ട് ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. ബാക്കിയുള്ള 20 ദിവസം കൊണ്ട് ആ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനും പറ്റും. നല്ല വൃത്തിക്ക് പഠിക്കുക. ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ വേഗം വായിച്ച് തീരും. 1 ഷോട്ട് വീഡിയോസ് കാണുക, സമയം ലാഭിക്കുക, പഠിക്കുക. 1 ഷോട്ട് കാണുക. എപ്പോഴും 30 മിനിറ്റ് പഠിച്ചാൽ, 30 മിനിറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ വേണം പോകാൻ. അത് വേണം 30 മിനിറ്റ് എടുത്താൽ 25 മിനിറ്റ് പഠിത്തം, 5 മിനിറ്റ് റിവിഷൻ, 5 മിനിറ്റ് എന്ത് ചെയ്യുക, വേറെ എനിക്ക് ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ 30 മിനിറ്റിന് ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കുക. 20 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റിവൈസ് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. 20 മിനിറ്റ് പഠിത്തം, 5 മിനിറ്റ് റിവൈസിങ്, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മക്കളെ പ്രോബ്ലംസും സൊല്യൂഷനും ഒക്കെ വരുന്നത്. സോഷ്യൽ മീഡിയൻ്റെ അറിയാലോ, നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളാകണം. അല്ലാതെ ഒരു 1-2 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രീൻ ആകല്ലേ. നമ്മളിപ്പോൾ നിയന്ത്രിക്കുന്ന ആരാ? നമ്മുടെ മൊബൈൽ ഫോണുകളാ. നമ്മളെ നിയന്ത്രിക്കണം നമ്മളാകണം, നമ്മുടെ മൊബൈൽ ഫോൺ ആകല്ലേ. സോഷ്യൽ മീഡിയ കുറയ്ക്കുക. ചാറ്റിങ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെന്താ ചാറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്ക്, ടെലഗ്രാമിൽ സിനിമ കാണുന്നത്, ഇതൊക്കെ കുറയ്ക്കാം മക്കളെ. ഇനി സമയം പഠിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും മക്കളോട് പറയുന്ന കാര്യമാണ്, പഠിക്കേണ്ട സമയത്ത് എൻ്റെ മക്കൾ പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? പഠിക്കണം മക്കളെ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അടുത്തയാണ്
മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന മക്കളോട് ഞാൻ പറയാം, എഴുതി പഠിക്കണം. എഴുതി പഠിക്കണം. വാക്കുകൾ സ്പെല്ലിംഗ് ഒന്ന് നോക്കുക, മനസ്സിൽ ആലോചിക്കുക, അത് എഴുതി നോക്കുക. എഴുതി പഠിക്കുക തന്നെ വേണം. എന്നാലേ കിട്ടുള്ളൂ. മലയാളം മീഡിയത്തിലുള്ളവർ പറ്റും. നിങ്ങളെ കൊണ്ടേ പറ്റൂ. മലയാളം മീഡിയത്തിൽ നിന്ന് വന്നാൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അഖില്, ഡോക്ടർ അഖിലായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. വെറും അഖിൽ സാറ് 2015 സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ട് 8 കൊല്ലം വാടക വീട്ടിൽ കഴിഞ്ഞ ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ മകൻ അഖിൽ ഇന്ന് ഡോക്ടർ അഖിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മലയാളം മീഡിയത്തിൽ നിന്ന് വന്നിട്ടാ. 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നിട്ട് സീലോം എന്ന് പോലും എഴുതാൻ അറിയാത്തവൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡോക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ? അന്ന് സീലോം എന്ന് എഴുതിയപ്പോൾ ടീച്ചർ പുച്ഛിച്ചു, സുവോളജി ടീച്ചർ. ആ പുച്ഛിക്കല് എടുത്ത് വിഷമിച്ച് കുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ ആകില്ല. അതിനെയൊക്കെ മാറ്റി വാശിയോടെ മുന്നേറണമെന്ന് കരുതി ട്യൂഷനുകളും പോയും കഷ്ടപ്പെട്ടിരുന്ന നൈറ്റ് ക്ലാസ്സുകളും ക്രാഷ് കോഴ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വാങ്ങിച്ച പൊസിഷനാ മക്കളെ. ചുമ്മാതെ കിട്ടില്ല ഡോക്ടർ. മലയാളം മീഡിയംകാർക്കും പറ്റുമടാ, കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇംഗ്ലീഷ് മീഡിയംകാരെ പറയേണ്ട കാര്യമില്ല, അവർക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും, ഒന്നുകൂടെ മുന്നേറാൻ പറ്റും. വലിയ സിലബസ് ആണ്, സമയം ലാഭിക്കുക. സിലബസ് ഒരു ദിവസം തന്നെ 2 ചാപ്റ്റർ പഠിക്കുക, 1 ഷോട്ട് ഉപയോഗിക്കുക, ഷോർട്ട് വീഡിയോകൾ കാണുക, ടൈം കൺസ്യൂം ചെയ്യുക. 20 മിനിറ്റ് കൺസ്യൂം ചെയ്യുന്നത് എഫക്റ്റീവ് ആക്കുക. 20 മിനിറ്റ് പഠിത്തം, 5 മിനിറ്റ് റിവിഷൻ, 5 മിനിറ്റ് ബ്രേക്ക്. സിനിമ കാണാൻ കളയല്ലേ. ഓക്കെ, ലാസ്റ്റ് ഇത്രയൊക്കെയാടാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നേക്കാം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം. നമ്മൾ എക്സ്ക്യൂസ് പറയാം. പക്ഷേ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ മാർഗ് വെച്ചാണ്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കുക, സമയം ലാഭിച്ചിരുന്ന് പഠിക്കുക, ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയകൾ പരമാവധി കുറയ്ക്കുക, വേഗം വീട്ടിലെത്തുക. ദിവസം 3 മണിക്കൂറെങ്കിലും പഠിക്കുക. 2 മണിക്കൂർ രാത്രി കാലങ്ങളിലും 1 മണിക്കൂർ രാവിലെ എണീറ്റും പഠിക്കാൻ ശ്രമിക്കുക. 30 മിനിറ്റിൽ 20 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റിവൈസ് ചെയ്യുക, 5 മിനിറ്റ് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അടുത്ത 30 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നല്ല പോലെ പഠിക്കുക. ഞാൻ എൻ്റെ വിലപ്പെട്ട ഞാനിപ്പം ജോലി ചെയ്യുന്നൊരു സമയമാണ്, ഹൗസ് സർജൻസിയിലാണ്. അതിനിടയ്ക്ക് ഞാൻ ഓടി വന്ന് നിങ്ങൾക്ക് എടുത്തു തരുന്നത് ഈ വീഡിയോ ആണ് ആദ്യം. അത്ര സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്ത് പറഞ്ഞു തരിക. ചിരിച്ചുകൊണ്ടല്ല സത്യത്തിൽ ഇത് പറയേണ്ടത്, ഗൗരവമായിട്ട് പറയേണ്ടതാ. എനിക്കത് അറിയാത്തതുകൊണ്ടാ മക്കളെ. പഠിക്കണേടാ, പഠിച്ചേക്കണേടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനിയും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പഠിച്ചേക്കണേടാ.